ചെറുതായി മഴയുള്ള ഒരു ബീച്ചിലാണ് ഇന്ന്. ആ മഴ അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം മഴവില്ലും കണ്ടു. പക്ഷെ മഴവില്ല് റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് ഞങ്ങൾ കണ്ടു തന്നെ ആസ്വദിച്ചു. ആകാശത്ത് മേഘങ്ങളൊക്കെ നല്ലപോലെ മൂടി നിൽക്കുന്നുണ്ട്. ഒരു പരിന്തങ്ങനെ പറക്കുന്നത് ഞാൻ ഫോക്കസ് ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് ക്യാമറൻ്റെ പവർ എന്നൊന്ന് പരീക്ഷിച്ചതും കൂടിയാണ്. പക്ഷേ അത് പറന്നുപോയി. താഴോട്ട് ക്യാമറ ആയപ്പോൾ വീഡിയോ ഒന്ന് ഷെയ്ക്കാവുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ ഇടയ്ക്കൊരു തേനീച്ച പറന്ന് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ അസ്തമയത്തിലേക്ക് ഫോക്കസ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു ഗ്ലാസ് ലൈറ്റ് അടിച്ച ഫീലായിരുന്നു. ഇവിടെ കച്ചവടമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് വരുന്നേ ഉള്ളൂ. ബീച്ചിൽ നല്ല റിനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ തീരത്തോട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങനെ ഉന്തുവണ്ടികളൊന്നും പാടില്ല, പകരം ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്പുകൾ വേണമെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. പഞ്ഞിമുട്ടായി വിൽക്കുന്ന കച്ചവടക്കാരും കടല വിൽക്കുന്നവരും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരും അങ്ങനെ ഒരുപാട് ബലൂൺ വിൽക്കുക, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരവിടെ സഞ്ചാരികളെ എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും ശ്രദ്ധ ഈ സൺസെറ്റിലേക്കായിരുന്നു. എല്ലാ ക്യാമറയും ഫോക്കസ് ചെയ്തത് ഈ സൺസെറ്റാണ്. കാരണം ഇത് ഫോട്ടോ എടുക്കാനും നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉപ്പിലിട്ട ഭാഗങ്ങളിലൊക്കെ ഇന്ന് മഴ കൊണ്ട് കച്ചവടം വളരെ കുറവായിരുന്നു. ചായ വെക്കുന്നിടത്താണെങ്കിൽ നല്ല സെയിലും. വീണ്ടും സൺസെറ്റിൽ ഫോക്കസ് ചെയ്തു ഞാൻ. സൺസെറ്റ് എൻ്റെ അടുത്തുനിന്ന് പോരാൻ തോന്നിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കച്ചവടക്കാരെയും ഒന്ന് ക്യാമറ തിരിച്ചു. അവിടെയൊക്കെ സെയിൽ കുറവാണ്. ഐ ലവ് കാലിക്കറ്റ്, ഐ ലവ് കോഴിക്കോട്. അത് കാണാനും അവിടെ ഫോട്ടോ എടുക്കാനും ഒരുപാട് പേര് എപ്പോഴും ഉണ്ടാകും. ഞാൻ അവരെ കട്ട് ചെയ്തിട്ട് ഐ ലവ് കോഴിക്കോട് മാത്രം എടുത്തതാണ്. പിന്നെ ശില്പങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത് അങ്ങനെ നടന്നു. ഒരുപാട് ശില്പങ്ങളുണ്ട് ബീച്ചിൽ, നല്ല അടിപൊളി ശില്പങ്ങളാണ് എല്ലാം. നല്ല എന്തൊക്കെയോ അതിൻ്റെ മുകളിലുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അധികം അത് ഫോക്കസ് ചെയ്തില്ല. കണ്ട ഒരു ശില്പം നല്ലതുപോലെ ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തു. വീണ്ടും ക്യാമറ തിരിച്ചു പിടിച്ച് നേരെ നോക്കി നടന്നു. ബാക്കിലോട്ടാണ് ക്യാമറ വെച്ചത്, അതുകൊണ്ട് എന്തൊക്കെയോ ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ ചേട്ടനൊക്കെ ആരാന്ന് പോലും അറിയില്ല. ഏതായാലും അവരൊക്കെ ക്യാമറയിൽ വന്നിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളൊക്കെ ഒറ്റക്കങ്ങ് ഇരുന്ന് അങ്ങനെ കറങ്ങുകയാണ്. കുട്ടികളൊന്നും ഇല്ല. പക്ഷേ സ്കൂളൊക്കെ തുറന്നതുകൊണ്ടായിരിക്കും. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്, ഒരുപാട് പേരൊന്നുമില്ല. പിന്നെ നേരെ കാഴ്ചകൾ കണ്ട് നേരെ നടന്നു. ലക്ഷ്യം കാറിൻ്റെ അടുത്തേക്ക് പോവുക, അവിടെ നിന്ന് മക്കളെയൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. നേരെ നടന്നു, ഒന്നും നോക്കിയില്ല, കാഴ്ചകൾ മാത്രം നോക്കി നടന്നു, ആസ്വദിച്ചു. നല്ല ഒരു വൈകുന്നേരമായിരുന്നു ഇന്നലത്തെ വൈകുന്നേരം. വീണ്ടും ക്യാമറ ബാക്കിലോട്ട് തന്നെ തിരിച്ചു പിടിച്ചു. സൺസെറ്റ് കഴിയുന്നിടത്തോളം ക്യാമറയിലാക്കാൻ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ. പിന്നെ ബലൂൺ വിൽക്കുന്ന കുട്ടിയുണ്ട്. ഈ കുട്ടീനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ കണ്ണൊന്നും സുഖമില്ല. അതാണ് ബലൂൺ വിറ്റ് ക്യാഷ് രക്ഷിതാക്കൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. ആക്ച്വലി അവരെ രക്ഷിതാവ് ഈ കുട്ടിയാണ് അവിടെ അധ്വാനിക്കുന്നത്. അച്ഛൻ ബലൂൺ വീർപ്പിക്കുന്നു, അമ്മ ഒന്നും ചെയ്യുന്നില്ല. അമ്മ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കുട്ടീനെ കുറച്ച് ശകാരിക്കുന്നുണ്ട്, ഈ കുട്ടീനോട് ബലൂൺ വിറ്റ് കൊണ്ടുവരാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മാത്രമേ അമ്മ ചെയ്യുന്നുള്ളൂ. പിന്നെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി വെക്കുന്നുണ്ട്, അതും ഞാൻ ശ്രദ്ധിച്ചു. പിന്നെയും ചെറിയ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അവരെ കാര്യം പറയാത്തതാണ് നല്ലത്. കാരണം നമ്മളൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ബലൂൺ കുറച്ച് വാങ്ങി അത് മാത്രമേ എനിക്ക് ആ കുഞ്ഞിനോട് വന്നപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം അവരെ നേരെ ക്യാമറ തിരിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ ഞാൻ കാണാണ്ട് എടുത്തതാണ്, അവരെ പെർമിഷൻ ഇല്ലാണ്ടാണ് സത്യത്തിൽ എടുത്തത്. പിന്നെയും ഇങ്ങോട്ട് തന്നെ തിരിച്ചു. സൺസെറ്റ് കഴിയുന്നത്ര ഞാൻ ക്യാമറൻ്റെ ഉള്ളിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ സൺസെറ്റിനെ ഫോക്കസ് ചെയ്തു. എല്ലാവരും നല്ലപോലെ അത് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടായിരുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ശ്രദ്ധ. പിന്നെ ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ നാട്ടിലുള്ളവരുണ്ട്, അവരൊക്കെ കാലിക്കറ്റ് ബീച്ച് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ
അവിടെ ബീച്ചിൽ കളിച്ച് വന്നാൽ ഒരു കാല് കഴുകാൻ പോലും അവിടെ വെള്ളമില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഏത് നല്ല ബീച്ച്, ഇത്രയും ഫേമസ് ആയ ബീച്ചായിട്ടും വെള്ളമില്ല, കാല് കഴുകാൻ വെള്ളമില്ല. നമ്മൾ കുപ്പിയിൽ വെള്ളം ഇനി എവിടെയോ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞ് നടന്ന് എവിടെയും വെള്ളമില്ല. പിന്നെ ഞങ്ങൾ വാങ്ങി കൈയും കാലൊക്കെ കഴുകിയതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ കാണാം ബീച്ചിൽ കുളിക്കാനുള്ള ഒരു സെറ്റപ്പും കൂടും. ആ സെറ്റപ്പും കൂടി നമ്മൾ കോഴിക്കോട് ബീച്ചിലാക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരുന്നു. പിന്നെ ചില ഭാഗങ്ങൾ ഒട്ടും ഹൈജീൻ ഇല്ല. എന്താണ് ഈ കഴിക്കുന്ന വേസ്റ്റും അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും എലികളും, ഒരുപാട് എലികളെയും കണ്ടു. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി റെഡി ആവുമായിരുന്നു. പിന്നെ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വൃത്തിയുണ്ട് കേട്ടോ, ഒരുപാട് വൃത്തിയുണ്ട്, ഒരുപാട് സഞ്ചാരികളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് കുറച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ പാർക്കിങ്ങിന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടു, അതും ഒരു പ്രശ്നമാണ് പാർക്കിംഗ്. കാരണം അത്രയ്ക്ക് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ ഈ ബീച്ചിന് കഴിയാത്തൊരു അവസ്ഥയായി വന്നിട്ടുണ്ട് അവിടെ. പ്രധാനമായിട്ടും അവിടെ വേണ്ടത് നമ്മൾ ബീച്ചിൽ കളിച്ച് വരുന്നവരെ കൈയും കാലും കഴുകാനും അവർക്ക് വൃത്തിയാക്കാനുമുള്ള ഒരു പൈപ്പെങ്കിലും അവിടെ വേണം. ശരീരം വൃത്തിയാക്കാനുള്ള ഒരു പൈപ്പ് അവിടെ വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പിന്നെ എനിക്കുള്ളത്. പിന്നെ ബാലവേല കഴിയുന്നതും നിരോധിക്കാൻ നോക്കണം. അവിടെ ചെയ്യരുതെന്ന് സ്ട്രിക്റ്റായിട്ട്